മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. പ്രധാനമന്ത്രിയുമായി സംവാദിക്കാൻ ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനിയും. ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ച് ജനുവരി 9 മുതൽ 12 വരെ ഡൽഹിയിൽ ഭാരത് മണ്ഡലത്തിൽ നടക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ പങ്കെടുക്കുവാൻ ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ NSS വോളണ്ടിയറായ ഗായത്രി ജയൻ കൃഷ്ണ തിരഞ്ഞെടുക്കപ്പെട്ടു. ദേശീയവ്യാപകമായി നടത്തപ്പെട്ട ഓൺലൈൻ ക്വിസ് മത്സരത്തിലും പ്രബന്ധരചനാ മത്സരത്തിലും മികവ് പുലർത്തിയ ഗായത്രി തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പ്രബന്ധ അവതരണത്തിലും അഭിമുഖത്തിലും മികച്ച പ്രകടനം നടത്തിയാണ് ഈ നേട്ടത്തിലേക്ക് എത്തിയത്. പ്രധാനമന്ത്രിയുമായി സംവാദിക്കാനും അദ്ദേഹത്തിന് മുന്നിൽ വികസിത ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനുമുള്ള അവസരമാണ് ഗായത്രിക്ക് കൈവന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 36 പേരാണ് ദേശീയ യുവജന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഭാരതത്തിന്റെ മൃദുശക്തി, സാംസ്കാരിക നയതന്ത്രവും ആഗോള സ്വാധീനവും എന്ന വിഷയത്തിലാണ് ഗായത്രി പ്രധാനമന്ത്രിക്ക് മുൻപിൽ വിഷയാവതരണം നടത്തുന്നത്. ഡൽഹിയിലേക്ക് പോകുന്നതിന് മുൻപ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലോക്കറുമായി സംഘം കൂടിക്കാഴ്ച നടത്തും. ആദിശങ്കരയിലെ 7 NSS വോളണ്ടിയർമാർ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന അവസാനഘട്ട മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തൃശൂർ മറ്റത്തൂർക്കുന്ന് സ്വദേശികളായ ജയൻ ടി, വിജയശ്രീ PP എന്നിവരുടെ മകളാണ് ഗായത്രി. ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ 2ാം വർഷ വിദ്യാർത്ഥിനിയാണ് ഗായത്രി. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രിയുമായി സംവാദിക്കാൻ ആദിശങ്കരയിലെ വിദ്യാർത്ഥിനി ദേവിക ജിയെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, കാലടി.